ഞാനുള്ളത് മലപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നമുക്ക് ക്യാമറ ഒന്ന് തിരിച്ചാൽ കാണാം. ഈ പരിസരത്ത് ആകെ തെരുവ് നായ്ക്കളാണ്. സുഖമായി കിടന്നുറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് സമാന രീതിയാണ് പ്ലാറ്റ്ഫോമുകളിലും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. ഏത് നിമിഷവും യാത്രക്കാർക്ക് കടിയേൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇവിടെയുള്ള നായ്ശല്യം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് പാസഞ്ചേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ നമുക്കതിലൊരു ആക്ഷൻ എടുക്കാനുള്ളതില്ല. അത് നഗരസഭയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളെ പരിധിയിൽ വരുന്നതല്ല. ആളുകൾ വന്ന് നമ്മളോടാണ് ദേഷ്യപ്പെടുന്നത്. ഇതെന്താ നിങ്ങളിങ്ങനെ നായ വളർത്തി വിട്ടാൽ ശരിയാവുമോ? മനുഷ്യനെ തച്ചു കൊല്ലാൻ ആളുണ്ട്, തെരുവുനായനെ തൊടാൻ ആളില്ല. ഇന്നലെ എവിടെല്ലാം തെരുവുനായ എന്താ പൊന്നാണിയോ എവിടെയൊക്കെ 10-13 എന്താ പൊന്നാണി വെളിയങ്കോട് എവിടെയൊക്കെ ഒരു കുട്ടിക്ക് വളരെ പ്രശ്നം തന്നെ. ഇവന്മാരെ കുട്ടികളെ കടിക്കുമ്പോഴേ ഇവന്മാർ കണ്ണ് തുറക്കുള്ളൂ. ഇവിടുത്തെ സ്ഥിരാവസ്ഥ ഇത് തന്നെയാണ്. ഇങ്ങനെ ഉണ്ടാവും. പ്ലാറ്റ്ഫോമിൽ ഒരു 5-6 നായ്ക്കളുണ്ടാവും. സ്ത്രീകൾ തന്നെ ഭയപ്പെട്ടാണ് ഇത് നടന്നു വരുന്നത്. ആണുങ്ങൾ ധൈര്യത്തോടെ വരും വിചാരിക്കും. സ്ത്രീകൾ ഭയപ്പെട്ടാണ് ഇത് നടന്നുകൊണ്ട് വരുന്നത്. ഒന്ന് കുറച്ചാൽ എല്ലാം കൂടി കുട്ടികളെ മേടിക്ക് ചാടിയിട്ട് ഓടി വരും. എന്നിട്ട് ഓടി വന്നിട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ വന്ന് മതിലെടുത്ത് ചാടാനോ അങ്ങോട്ട് ചാടാനും ഇങ്ങോട്ട് ചാടാനൊക്കെ ശ്രമിക്കും. അതന്നെ ഇവിടുത്തെ പ്രശ്നം. നമ്മളാ കടിയും കൊണ്ട് ആശുപത്രിയിൽ പോകുകയല്ല, അല്ലാണ്ട് വേറെ വഴിയില്ല. നിലവിലെ സ്റ്റേഷൻ മാസ്റ്ററുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു ദിവസം ഒരാൾക്കെങ്കിലും തെരുവുനായ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം തിരൂർ റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചുണ്ട്. ഇതിന്മേൽ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ, അതായത് സ്റ്റേഷൻ മാസ്റ്റർ തന്നെ നഗരസഭയ്ക്ക് കത്തെഴുതുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. യാത്രക്കാരുൾപ്പെടെ പരാതിയുമായി രംഗത്തുണ്ട്. പക്ഷേ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കകരമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അധികാരികളെ സമീപിച്ചതാണ്. പക്ഷേ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് നിരന്തരമായി ഈ യാത്രക്കാരും അതുപോലെ തന്നെ സ്റ്റേഷനിലെ അധികൃതരും പറയുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത് ഗൗരവമേറിയിട്ടുള്ള വിഷയമാണ്. ജില്ലയുടെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം പതിവ് സംഭവമായി മാറുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. റെയിൽവേ സ്റ്റേഷനിലും സമാന രീതിയിലാണ്. യാത്രയ്ക്ക് വരുന്ന ആളുകളൊക്കെ തന്നെ തെരുവുനായയുടെ കടിയേറ്റ് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് എന്നുള്ളത് റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററും പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഈ പ്രധാനമായി ഈ തെരുവുനായ കടിക്കുന്ന സംഭവത്തിൽ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് സ്റ്റേഷൻ മാസ്റ്ററുടെയും യാത്രക്കാരുടെയും പ്രധാനപ്പെട്ട ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ഷെഫീഖ് കർലായിക്കൊപ്പം വി സോണൽ കൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.